Good morning to all. എൻ്റെ ടോപ്പിക്കാണ് റോൾ ഓഫ് JIT ഇൻ എലിമിനേഷൻ ഓഫ് വേസ്റ്റ്. JIT എന്താണെന്ന് നോക്കാം ആദ്യം. ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച്. JIT ഈസ് ആൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് JIT അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാനേജ് ചെയ്യുന്നൊരു ടെക്നിക്ക്. JIT മാനുഫാക്ചറിങ് മീൻസ് പ്രൊഡ്യൂസിങ് ദ നെസസറി ഐറ്റംസ് ഇൻ നെസസറി ക്വാണ്ടിറ്റീസ് അറ്റ് ദ നെസസറി ടൈം. ആവശ്യമുള്ള ടൈമിൽ ആവശ്യാനുസരണം പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെല് ചെയ്യുന്നു, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച്. അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം ഇല്ല, എക്സസ് സ്റ്റോക്ക് അവിടെ വരുന്നില്ല. ഇറ്റ് എയിംസ് ടു എൻഷുർ ദാറ്റ് ഇൻപുട്ട് ഇൻ ടു പ്രൊഡക്ഷൻ പ്രോസസ് ഓൺലി അറൈവ് വെൻ ദേ ആർ നീഡഡ്. ആവശ്യമുള്ളപ്പോൾ മാത്രമേ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ഇൻപുട്ട് എത്തിക്കുന്നുള്ളൂ. ടൊയോട്ട, ആപ്പിൾ പോലുള്ള കമ്പനീസ് ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച് അഡോപ്റ്റ് ചെയ്ത് സക്സസീവ് ആയിട്ടുള്ള 2 കമ്പനീസാണ്. ജസ്റ്റ് ഇൻ ടൈം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഓൺലി വാട്ട് ഈസ് നീഡഡ്, നത്തിങ് മോർ. എന്താണ് ആവശ്യം അത് മാത്രമേ ഉള്ളൂ, നത്തിങ് മോർ. കൂടുതലായിട്ടൊന്നുമില്ല. ആവശ്യമുള്ളത് എന്താ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെല് ചെയ്യുന്നു. ടു ഹാവ് ഓൺലി ദ റൈറ്റ് മെറ്റീരിയൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. ആവശ്യമുള്ള ടൈമിൽ ആവശ്യമുള്ള പ്ലേസിൽ ആവശ്യമുള്ള മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പർച്ചേസിങ് ഓർ പ്രൊഡ്യൂസിങ് ഓൺ ഡിമാൻഡ്. പ്രൊഡ്യൂസിങ് ഓൺ ഡിമാൻഡാണ്. അതായത് ഡിമാൻഡിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു. It can also be described as an approach with the objective of producing the right part in the right place at the right time. റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ച്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാണ് റോൾ ഓഫ് JIT ഇൻ എലിമിനേഷൻ ഓഫ് വേസ്റ്റ്. അപ്പോൾ JIT അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച് എന്താണെന്ന് പറഞ്ഞു. അതായത് ആവശ്യമുള്ള ടൈമിൽ ആവശ്യമുള്ള ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സ്റ്റോക്ക് അവിടെ കീപ്പ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നതിൽ JITയുടെ റോൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. വേസ്റ്റ് മിനിമൈസേഷൻ ഈസ് വൺ ഓഫ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് JIT സിസ്റ്റം. JIT സിസ്റ്റത്തിൻ്റെ വൺ ഓഫ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ് വേസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളത്. റെഡ്യൂസിങ് ദ എമൗണ്ട് ഓഫ് ഇൻവെൻട്രി ക്യാൻ റെഡ്യൂസ് ക്യാരിയിങ് കോസ്റ്റ്. ഇൻവെൻട്രിയുടെ എമൗണ്ട് കുറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. കമ്പനീസ് ദാറ്റ് എംപ്ലോയ് ദ ഇൻവെൻട്രി മോഡൽ മേ ബി ഏബിൾ ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് വെയർ ഹൗസസ് ദേ ഓൺ. JIT അഡോപ്റ്റ് ചെയ്യുന്ന കമ്പനീസിന് എന്താ നമ്പർ ഓഫ് വെയർ ഹൗസസ് ദേ ഓൺ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് ഓഫ് JIT ഈസ് ദ എലിമിനേഷൻ ഓഫ് റോ മെറ്റീരിയൽ, ഇൻവെൻട്രി ആൻഡ് പ്രൊഡക്റ്റ് സ്റ്റോറേജ് കോസ്റ്റ്. JITയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റാണ് റോ മെറ്റീരിയൽ സ്റ്റോറേജ് കോസ്റ്റ്, ഇൻവെൻട്രി സ്റ്റോറേജ് കോസ്റ്റ്, പ്രൊഡക്റ്റ് സ്റ്റോറേജ് കോസ്റ്റ്. ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യാന്നുള്ളത്. Traditionally, inventories are considered as assets. It has changed because of JIT. And now inventory is considered as waste or dead investment incurring additional cost. ട്രഡീഷണലി ഇൻവെൻട്രീസിനെ കൺസിഡർ ചെയ്യുന്നത് അസറ്റ്സ് ആയിട്ടാണ്. JIT എന്നുള്ള കൺസെപ്റ്റ് വന്നോടുകൂടി ആ ഒരു ഇൻവെൻട്രി അസറ്റ് ആയിട്ടല്ല ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്, പകരം വേസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ്. ഒരു അഡീഷണൽ കോസ്റ്റ് ഇൻകർ ചെയ്യുന്ന ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. JIT keeps stock holding cost to a minimum level. It helps to eliminate waste. Chance of expired or out of date products do not arise at all. സ്റ്റോക്ക് ഹോൾഡിംഗ് കോസ്റ്റിനെ മിനിമം ലെവലിലേക്ക് കീപ്പ് ചെയ്യുന്നു. എക്സ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ കേസ് അവിടെ റൈസ് ചെയ്യുന്നില്ല. ഓൺലി എസെൻഷ്യൽ സ്റ്റോക്സ് വിച്ച് ആർ റിക്വയർഡ് ഫോർ മാനുഫാക്ചറിങ് ആർ ഒബ്റ്റെയിൻഡ്, ദസ് ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. എസെൻഷ്യൽ സ്റ്റോക്സ് മാത്രമാണ് മാനുഫാക്ചറിങ്ങിന് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കുറവ് മതി. Production runs are short. This means that manufacturers can quickly move from one product to another. മാനുഫാക്ചേഴ്സിന് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് ക്വിക്ക്ലി മൂവ് ചെയ്യാൻ സാധിക്കുന്നു, പ്രൊഡക്ഷൻ റൺ ഷോർട്ട് ആയതുകൊണ്ട്. ലോവർ ഇൻഷുറൻസ് എക്സ്പെൻസ്, ഫ്യൂവർ ലോസസ് ഡ്യൂ ടു എക്സ്പിറേഷൻ ആൻഡ് ലെസ് തെഫ്റ്റ് ആർ അതർ ബെനിഫിറ്റ്സ് ഓഫ് JITയുടെ മറ്റ് ബെനിഫിറ്റ്സ് ആണ് ഇൻഷുറൻസ് എക്സ്പെൻസ് കുറവ് മതി, എക്സ്പയർഡ് ആയി എന്നുള്ള പറഞ്ഞിട്ടുള്ള ലോസസ് അവിടെ ഇല്ല, അതേപോലെ തെഫ്റ്റും കുറവാണ്. Thus, JIT reduces waste and eliminate activities that don't bring value. വാല്യൂ ബ്രിങ് ചെയ്യാത്ത ആക്ടിവിറ്റീസിനെ എലിമിനേറ്റ് ചെയ്യുന്നു JIT. അതുപോലെ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദെയർ പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്. പ്രൊഡക്റ്റിനെയും പ്രോസസ്സിനെയും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. JIT ഇൻക്രീസ് ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി. ഇറ്റ് റെഡ്യൂസസ് സ്റ്റോറേജ് കോസ്റ്റ്. JIT അവോയ്ഡ് ലോസ് ഡ്യൂ ടു ഔട്ട് ഓഫ് ഡേറ്റ് പ്രൊഡക്ട്സ്. സ്റ്റോക്ക് കെപ്റ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട്, കീപ്പ് ചെയ്യാത്തത് കൊണ്ട് ഔട്ട് ഓഫ് ഡേറ്റ് ആയി എന്നുള്ള പ്രൊഡക്ട്സ് ഒന്നും അത്തരത്തിലുള്ള ലോസ് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. റെഡ്യൂസസ് അൺനെസസറി മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ്, മാൻ, മെഷീൻസ് എക്സെട്ര.
മെറ്റീരിയൽ മെഷീൻസിൻ്റെ ഒക്കെ അൺനെസസറി മൂവ്മെൻറ്റ്സ് അവിടെ കുറയുന്നു. ഇൻ ഷോർട്ട്, JIT എലിമിനേറ്റ്സ് ഓൾ കൈൻഡ്സ് ഓഫ് വേസ്റ്റ്. എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും അവിടെ JIT എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വരുന്ന എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും JIT എലിമിനേറ്റ് ചെയ്യുന്നു. റോൾ ഓഫ് JIT ഇൻ ഇൻക്രീസിങ് പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിൽ JITയുടെ റോൾ എന്താണ്? JIT റെഡ്യൂസസ് സ്റ്റോറേജ് കോസ്റ്റ്. ഇറ്റ് വിൽ ലീഡ്സ് ടു ഹയർ പ്രോഫിറ്റബിലിറ്റി. സ്റ്റോറേജ് കോസ്റ്റ് കുറയുന്നു എന്ന് പറഞ്ഞത്, അതായത് സ്റ്റോർ ചെയ്യാനായിട്ട് സ്റ്റോക്കുകൾ കുറവാണ്. അപ്പോൾ സ്റ്റോറേജ് കോസ്റ്റ് അവിടെ മിനിമൈസ് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതുവഴി പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇറ്റ് ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്സസ്. ഇറ്റ് ബ്രിങ്സ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഓൾസോ ഇൻക്രീസസ് പ്രോഫിറ്റബിലിറ്റി. ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്സിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടുന്നു, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. JIT has the capacity to improve the competitiveness of the organization by minimizing waste and improving product quality. JIT അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന് വേസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ടും പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ടും കോമ്പറ്റീറ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. റിഡക്ഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ എക്സ്പെൻസ്. പ്രൊഡക്ഷൻ എക്സ്പെൻസുകളും അതുപോലെ തന്നെ ഓപ്പറേഷൻ എക്സ്പെൻസ് ആയിട്ടുള്ള ലേബർ എക്സ്പെൻസസ്, മറ്റുള്ള എക്സ്പെൻസുകളൊക്കെ എന്താണ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ലോവർ ഇൻവെൻട്രി മീൻസ് ലോവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് ലോവർ ഇൻവെസ്റ്റ്മെൻറ്റ് മതി. ലോവർ ഇൻവെൻട്രി മീൻസ് ലോവർ ഇൻവെസ്റ്റ്മെൻറ്റ്. This reduces working capital investment. Thus, in turn, leads to better ROI, that is, return on investment and profitability of the organization. ഇൻവെൻട്രി കുറവായതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കുറവ് മതി എന്ന് പറഞ്ഞു. അതുവഴി വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, പ്രോഫിറ്റബിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. ഇൻ ഷോർട്ട്, JIT ക്യാൻ ഡു വണ്ടേഴ്സ് ഇൻ ഇംപ്രൂവിങ് പ്രോഫിറ്റബിലിറ്റി. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് JITയുടെ റോള്, എലിമിനേഷൻ ഓഫ് വേസ്റ്റ്. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിൽ JITയുടെ റോൾ എന്താണ്. ആദ്യം JIT അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ചിൻ്റെ മീനിങ് പറഞ്ഞു. ആവശ്യമുള്ള ടൈമിൽ ആവശ്യമുള്ള ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ സ്റ്റോക്ക് എന്നുള്ള ഒന്ന് കെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി അതിൻ്റെ റോള് പറഞ്ഞാൽ സ്റ്റോക്ക് കെപ്റ്റ് ചെയ്യാത്തോടത്തോളം കാലം സ്റ്റോറേജ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു, പ്രോഫിറ്റബിലിറ്റി കൂടുന്നു, ക്വാളിറ്റി കൂടുന്നു. അത്തരത്തിലുള്ള പോയിൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.